ഹൈദരാബാദിൽ വന്നിട്ട് ചാർമിനാർ കാണാതെ എങ്ങനെയാണ് നാട്ടിൽ പോവുക? ഇത് 3ാമത്തെ തവണയാണ് ഹൈദരാബാദ് വരുന്നത്. എല്ലാ തവണയും ചാർമിനാർ കാണാതെ പോകാറില്ല. എപ്പോൾ വന്നു കഴിഞ്ഞാലും ഇവിടുത്തെ തിരക്കിനൊരു കുറവുമില്ല. എന്താ രസമല്ലേ എല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങനെ തലകൽക്കുന്നത്. ഇവിടുന്ന് ഷോപ്പിംഗ് മാത്രം പോരാട്ടോ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് കഴിക്കേണ്ട കുറച്ച് ഫുഡ് ഐറ്റംസും കൂടി പറയാം. ആ കാണുന്നതാണ് ചാർമിനാർ. അവിടെ എത്തുന്നതിൻ്റെ മുന്നുള്ള കുറച്ച് ഏരിയാസൊക്കെ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഒരുവിധം എല്ലാം ചീപ്പ് റേറ്റിൽ കിട്ടും. വില കുറഞ്ഞ മുത്തുകൾ മുതൽ വില കൂടിയ മുത്തുകൾ വരെ ഇവിടെ ലഭിക്കും. മാങ്ങ വിൽക്കുന്നവരുണ്ട്, പേരയ്ക്ക് വിൽക്കുന്നവരുണ്ട്, ഐസ്ക്രീം വിൽക്കുന്നവരുണ്ട്. ഇത് നോക്കിക്കേ, എന്താ ഭംഗിയല്ലേ. ഇതെല്ലാം മോതിരങ്ങളാണ്. ഇതിൻ്റെ സമീപത്ത് ധാരാളം ഷോപ്പുകളുണ്ട്. ഇതുപോലെ മുത്തുകൾ വിൽക്കുന്ന ഷോപ്പുകൾ, വളകളുടെ, അതുപോലെ പലതരം അത്തറുകൾ, വസ്ത്രങ്ങൾ, ബാഗുകൾ, ചെരുപ്പുകൾ. ഇപ്പോൾ അടുത്തെത്തും തോറും നല്ല തിരക്കായി വരുന്നുണ്ട്. ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് സമൂസ വിൽക്കുന്നൊരു പയ്യനെ കണ്ടത്. കാണാൻ നല്ല ഭംഗി തോന്നി, പക്ഷെ കഴിക്കാനൊരു ചെറിയൊരു പേടി. 4 മിനാരങ്ങളും 4 വലിയ കവാടങ്ങളുമുള്ള ഒരു കെട്ടിടമാണ് നമ്മുടെ ചാർമിനാർ. ഇതാണ് ഈ കാണുന്നത്. ഇതിൻ്റെ മുകളിൽ ഒരു പഴയ പള്ളിയുണ്ട്. ഇതിൻ്റെ മേലെ എത്താൻ നമ്മൾ 149 സ്റ്റെപ്പ് കയറണം. ചാർമിനാർ എന്ന് പറഞ്ഞാൽ തന്നെ 4 മിനാരമുള്ള പള്ളി എന്നാണ് അർത്ഥം. അതിൻ്റെ നേരെ മുന്നിലാണ് ഈ ഷോപ്പിംഗ് ഏരിയാസ്. ബാഗുകൾ, ചെരുപ്പുകൾ എല്ലാം ഇതിൻ്റെ തൊട്ട് മുന്നിലുണ്ട്. ചാർമിനാറിൻ്റെ ഇവിടെ ഷോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഈ ലാക്കോർ വളകളാണ്. രത്നങ്ങളും മുത്തുകളും കണ്ണാടികളും എല്ലാം വെച്ചിട്ടാണ് അവർ ഈ വളകൾ ഉണ്ടാക്കുന്നത്. ഒന്ന് നോക്കിക്ക്, എന്തൊരു ഷൈനിങ്. അതിൻ്റെ ഇടയ്ക്ക് മൾബറി വിൽക്കുന്നവരുണ്ട്. മൾബറിയുടെ മലായി ഇവിടെ സ്പെഷ്യലാണ്. അത് നോക്കി പോകുമ്പോഴാണ് ഇവിടെ ഒരാൾ പാട്ട് പാടുന്നതാണ്. ആ സൈഡിൽ കണ്ട മിലാൻ, അവിടെ പലതരം മൾബറീസിൻ്റെ ഡിഷസ് ഉണ്ട്. അതിൽ മൾബറി മലായി നമ്മൾ എന്തായാലും ട്രൈ ചെയ്യണം. അപ്പോൾ ചാർമിനാർ വരെ വന്നു കഴിഞ്ഞാൽ മൾബറി മലായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. അതുപോലെ തന്നെ ഇവിടുത്തെ ഇറാനി ചായയും ഓസ്മാനി ബിസ്ക്കറ്റും പിന്നെ കബാബ്സ്, ഹൈദരാബാദി ബിരിയാണി എല്ലാം ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. അപ്പോൾ ഹൈദരാബാദിൽ വരെ പോവുകയാണെങ്കിൽ ചാർമിനാർ കാണാതെ ആരും പോകരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക.